അഴിമതി വിരുദ്ധ യുദ്ധം നടത്തിയ ഒരാളാണ് കെ.എം. എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൽ ഒരു വൈരുദ്ധ്യമുള്ള നിലപാടുകളാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. സാർ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ശരിയാണ്. ഈ കെ.എം. എബ്രഹാമിന്റെ ഇപ്പോഴത്തെ ഒരു അധപ്പതനം കാണുമ്പോൾ നമുക്ക് ഞെട്ടലൊന്നും അല്ല, അതിലും അപ്പുറത്തുള്ള എന്തെങ്കിലും വാക്ക് കണ്ടുപിടിക്കേണ്ടി വരും. 2008 മുതൽ 11 വരെ സെബിയുടെ ഡയറക്ടറായിരുന്ന കെ.എം. എബ്രഹാം അന്ന് അഴിമതിക്കെതിരെ നടത്തിയ കുരിശുയുദ്ധത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി കെ.എം. എബ്രഹാമിനെതിരെ കെ.എം. എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിന്മേൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മളെ ആകെ ഞെട്ടിപ്പിച്ചു കളഞ്ഞിരിക്കുന്ന ഒരു സംഭവവികാസമാണ്. പക്ഷേ ഇത് അത്ര ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചാൽ കെ.എം. എബ്രഹാമിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ എന്തോ നിഗൂഢതകൾ ഉണ്ടായിരുന്നു. അത് ആർക്കു വേണ്ടിയാണ് സെബിയുടെ ഡയറക്ടറായിരുന്ന അദ്ദേഹം ഇങ്ങനത്തെ ഒരു പ്രവർത്തനങ്ങൾ അല്ലെ ഇങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്? അല്ലെങ്കിൽ അവിടെ അതൊക്കെ വളരെ ദുരൂഹമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് കെ.എം. എബ്രഹാമിനെ, അതായത് കണ്ടത്തിൽ കുടുംബാംഗമായ മലയാള മനോരമ ഉൾപ്പെടുന്ന നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു പ്രമുഖ കുടുംബമായ കണ്ടത്തിൽ കുടുംബാംഗമായ കെ.എം. എബ്രഹാമിനെ ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് അന്നത്തെ ആ ഒരു അഴിമതി വിരുദ്ധ പോരാളി എങ്ങനെയാണ് ഈ അഴിമതി കേസുകളിൽ പെട്ടത്? അദ്ദേഹം കേരളത്തിലെ ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നു. ഉമ്മൻചാണ്ടിയൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നു. പക്ഷെ അന്ന് തൊട്ടേ അദ്ദേഹം അഴിമതി നടത്തിയിരുന്നതായിട്ടാണ് പരാതികളിൽ പലതും കേട്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സെബിയിൽ പോയ കെ.എം. എബ്രഹാം അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഴിമതി വിരുദ്ധ മുഖംമൂടി എടുത്തണിഞ്ഞു? തിരിച്ചു കേരളത്തിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന് ഈ മുഖംമൂടി ഇല്ല. ഇപ്പോ അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അദ്ദേഹം ആ ഓഫീസിൽ എത്തിയത് കൊണ്ട് അഴിമതിക്കാരനായതാണോ? അതോ തികഞ്ഞ അഴിമതിക്കാരനായതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തിനെ ഈ പോസ്റ്റിലോട്ട് വെച്ചതാണോ എന്നുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്ന സംശയം. കാരണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള പദവിയിലിരുന്ന മുൻപിരുന്ന ആൾക്കാർക്കെതിരെ അഴിമതി ആരോപണമുണ്ട്. ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ അഴിമതി കേസിൽപ്പെട്ട് ജയിലിലാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് അദ്ദേഹം ജാമ്യം കിട്ടിയിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അപ്പോ ഇനി നമ്മുടെ കെ.എം. എബ്രഹാമിന്റെ മുൻകാല സെബി പോരാട്ടങ്ങളുടെ ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു മാറ്റം നമുക്ക് പരിശോധിക്കാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഒരു ഡയറക്ടറായിട്ട് 3 കൊല്ലത്തോളം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. ഈ 3 കൊല്ലം സേവനം അനുഷ്ഠിച്ചപ്പോൾ ഇദ്ദേഹം കൊമ്പ് കോർത്ത ആൾക്കാരുടെ പേര് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനി, അന്ന് അദ്ദേഹത്തിന്റെ അനിയൻ രണ്ടാമത്തെ വലിയ പണക്കാരനായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അനിൽ അംബാനി. പിന്നെ സഹാറയുടെ സുബ്രത റോയ്. ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ സുബ്രത റോയ്ക്കെതിരെ വളരെ ശക്തമായ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ കെ.എം. എബ്രഹാമിന് മുഖ്യ പങ്കുണ്ട്. ഇദ്ദേഹം ഈ നമ്മുടെ മുകേഷ് അംബാനിക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്ന ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയും. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രവർത്തികളെ കുറിച്ച്, നയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സർക്കാരിന്റെ നയം കൊണ്ട് ആ കമ്പനിക്ക് ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ കോൺഫിഡൻഷ്യൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ കൈവശമുള്ള ഒരാള് ആ ഇൻഫർമേഷന്റെ സഹായത്തോടു കൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഈ പ്രത്യേക കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ നേട്ടം ഉണ്ടാകും. പക്ഷെ ഇതിനാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പണം മുടക്കുന്ന മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ അവർക്കൊരു മേൽക്കൈ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊടുക്കും. അത് കാരണം തന്നെ ഈ പ്രവൃത്തി നിരോധിച്ചിരിക്കുകയാണ്. ഇൻസൈഡർ ട്രേഡിംഗ് ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലും ഒക്കെ നിരോധിച്ചിരിക്കുകയാണ്. മുകേഷ് അംബാനി സ്വന്തം കമ്പനികളുടെ ഷെയർ ഇതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിങ്ങിലൂടെ മറ്റ് അദ്ദേഹത്തിന്റെ ബിനാമികളെ ഉപയോഗിച്ച് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നൊരു കേസാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ അനിയനായിരുന്ന അനിൽ അംബാനി എക്സ്റ്റേണൽ കമേഴ്സ്യൽ ബോറോയിങ് എന്ന് പറയും. അതായത് വിദേശങ്ങളിൽ നിന്നും കമേഴ്സ്യൽ ബോറോയിങ്, വായ്പ എടുക്കുക. അത് ചിലപ്പോൾ സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കുക, അല്ലെങ്കിൽ മറ്റ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആവാം. അവിടുന്ന് ഈ ലോണ് കമ്പനിക്ക് വേണ്ടി എടുത്തിട്ട് ആ കമ്പനിയുടെ ഷെയറിൽ സ്വന്തമായിട്ട് ആ പണം ഉപയോഗിച്ച് സ്വന്തം കമ്പനിയുടെ ഷെയർ
വാങ്ങുക. ഇതും തെറ്റാണ്. ഞാൻ മുമ്പേ പറഞ്ഞ ഇൻസൈഡർ ട്രേഡിംഗ് പോലെ തന്നെയുള്ള ഒരു പ്രവൃത്തിയാണിത്. ഈ വിഷയത്തിലും അനിൽ അംബാനിക്കെതിരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. പിന്നീട് സഹാറ സുബ്രത റോയ്ക്കെതിരെ ഉള്ള കേസുകളിലൊക്കെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. എനിക്ക് തോന്നുന്നു മറ്റെന്തോ ഒരു വിഷയത്തിലൂടെ അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായിരുന്നു. അതായത് ഒരു സ്വകാര്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നതിനെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ. ഇതൊക്കെ തന്നെ അന്ന് അദ്ദേഹത്തിന് ഒരു അഴിമതി വിരുദ്ധ കുരിശുയുദ്ധം, ഒരു ക്രൂസൈഡർ എന്നുള്ള ഒരു ഇമേജാണ് ആ കാലഘട്ടത്തിലൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് പെട്ടെന്ന് നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തിനെതിരെ ഇത് 2012 കഴിഞ്ഞ് 2015 ആകുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യപ്പെട്ടു. നമ്മൾ ആലോചിക്കേണ്ടത് ഹൈക്കോടതിയിൽ അപ്പോഴേക്കും ഇദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടായിരുന്നു, എങ്ങനെയാണ് ഇദ്ദേഹം ഇതിനിടയിൽ ഈ വളരെ ചുരുങ്ങിയ കാലയളവിൽ ഇദ്ദേഹം ഈ അഴിമതിക്കാരനായത്? അപ്പൊ അന്ന് അദ്ദേഹം ഇനി മറ്റൊരു വളരെ സുപ്രധാനമായ വസ്തുത ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ധനകാര്യ വകുപ്പിനെതിരെ അദ്ദേഹം പരാതി കൊടുത്തിരുന്നു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്നത് എനിക്ക് തോന്നുന്നത് പ്രണബ് മുഖർജി ആയിരുന്നു. ശ്രീ പ്രണബ് മുഖർജിയുടെ അഡ്വൈസർക്കെതിരെ അദ്ദേഹം പരാതി കൊടുത്തിരുന്നു. ചുരുക്കി പറഞ്ഞാല് നമ്മളാരും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പോരാട്ടം അദ്ദേഹം നടത്തി. പക്ഷെ പിന്നീട് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇദ്ദേഹം നടത്തിയ ഈ പോരാട്ടങ്ങളൊക്കെ വിജയം ഇപ്പം മുകേഷ് അംബാനിക്കും അനിൽ അംബാനിക്കും എതിരെ ഒന്നും നടത്തിയ പോരാട്ടങ്ങളൊന്നും വിജയം കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായിരുന്നു ഇദ്ദേഹം ഈ ഒരു സമയത്ത് ഇത്തരം ചില പോരാട്ടങ്ങൾ നടത്തിയത്? ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ ഇദ്ദേഹത്തിന്റെ ആർക്കെങ്കിലും വേണ്ടി നടത്തിയ പോരാട്ടങ്ങളാണ്. ഈ പറയുന്ന സെബിയുടെ ഡയറക്ടറായിരുന്ന ഇദ്ദേഹം സെബി നിൽക്കുന്ന ബാന്ദ്ര കുർള കോംപ്ലക്സ് എന്ന് പറയുന്ന ബോംബെയിലെ ഒരു ഏരിയയിലാണ്. ആ ഒരു ബിൽഡിങ്ങിൽ നിന്നും വളരെ അടുത്ത് തന്നെയാണ് അദ്ദേഹം ഈ ഫ്ലാറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അത് 1 കോടി എന്നൊന്നും പറയുന്നത് എനിക്ക് തോന്നുന്നു 1 കോടിയൊന്നും അല്ല. അതൊക്കെ ഒരുപക്ഷെ പ്രമാണത്തിൽ കാണിച്ചിരിക്കുന്ന വിലയാവാനാണ് സാധ്യത. അപ്പോ അങ്ങനെ നിരവധി പ്രോപ്പർട്ടികൾ സ്വന്തമായിട്ട് വാങ്ങി. ഇനി എവിടൊക്കെ ഇദ്ദേഹത്തിന് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കാം, ഇദ്ദേഹം ആർക്കൊക്കെ വേണ്ടിയായിരിക്കാം പ്രവർത്തിച്ചിരുന്നത്? നമുക്ക് വളരെയധികം ദുരൂഹതകൾ അവശേഷിപ്പിക്കുന്നുണ്ട് ശ്രീ കെ എം എബ്രഹാം. ശ്രീ കെ എം എബ്രഹാമിന്റെ എല്ലാത്തരം പ്രവൃത്തികളിലേക്കും അതുപോലെ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തികളും ഇതൊക്കെ തന്നെ CBI അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കെ എം എബ്രഹാമിനെ പോലെ വളരെ അധികം നെറ്റ്വർക്കുള്ള ബന്ധങ്ങളുള്ള, ഞാൻ മുമ്പേ പറഞ്ഞു കണ്ടത്തിൽ കുടുംബാംഗമായ കെ എം എബ്രഹാം, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്വാധീന ശക്തിയുള്ള കെ എം എബ്രഹാം, നമ്മൾ ഓർക്കണം അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസ് ഫയൽ ചെയ്തപ്പോൾ അന്ന് ജേക്കബ് തോമസ് ആണ് ഇദ്ദേഹത്തിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ ഓർഡർ ഇട്ടത്. ആ ജേക്കബ് തോമസിന് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കെ എം എബ്രഹാമിനെതിരെയുള്ള ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹം കേസ് വന്നു എന്ന് വെച്ച് രാജിവെക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശിവശങ്കറിന് കിട്ടാത്ത ആനുകൂല്യം നേടി ഇദ്ദേഹം ഇതിൽ നിന്നൊക്കെ തന്നെ ഇദ്ദേഹം തലയൂരി പോകുമോ? കാരണം അന്ന് ഇദ്ദേഹം ബോംബെയിൽ നിന്നും തിരികെ വരുമ്പോൾ, സെബിയുടെ ഡയറക്ടർ സ്ഥാനത്തു നിന്നും തിരികെ വരുമ്പോൾ ഇദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിനെതിരെ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ വടക്കേ ഇന്ത്യയിലെ വലിയ പണക്കാരെല്ലാം കൂടെ അദ്ദേഹത്തിനെതിരെ ചേർന്നിട്ട് അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു സംഘടനയുടെ അഴിമതി വിരുദ്ധ പോരാളിയുടെ അവാർഡ് വരെ ഇദ്ദേഹത്തിന് കിട്ടി. ഇതിപ്പം ചുരുക്കി പറഞ്ഞാല് ഏറ്റവും വലിയൊരു അഴിമതി വിരുദ്ധനായ ഉദ്യോഗസ്ഥൻ എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന ഒരു വ്യക്തി അഴിമതി വിരുദ്ധ കേസിൽപ്പെട്ട് ഇനി ജയിലിൽ പോകേണ്ടി വരുമോ എന്നാണ് എനിക്ക് ഇപ്പോഴുള്ള സംശയം. എന്തായാലും ശരി, അന്വേഷണ ഏജൻസികൾ ഇതെല്ലാം തന്നെ ഈ പശ്ചാത്തലം ഉൾപ്പെടെ ഇദ്ദേഹവുമായിട്ടുള്ള നെറ്റ്വർക്കുള്ള ആൾക്കാരെ മുഴുവൻ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ മുൻകാല പ്രവൃത്തികൾ കൂടെ അന്വേഷിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേരളത്തിൽ ഇരിക്കേണ്ട ആൾ തീർച്ചയായിട്ടും സംശയത്തിന് അതീതമായിരിക്കണം. ഇതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.